ഫോർത്ത് മൊഡ്യൂളിൽ ഹസാർഡ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഫ്ലഡ് എന്ന് പറയുന്ന സബ് ടോപ്പിക്കായിരുന്നു നമ്മൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് ഫ്ലഡ് എന്താണെന്നുള്ളത് അതിൻ്റെ ഒരു ഡീറ്റെയിൽ നമുക്കറിയാവുന്ന കാര്യമാണ്. ഫ്ലഡ് എന്താണ്, അല്ലെങ്കിൽ വെള്ളപ്പൊക്കം എന്താണ്, കണ്ടീഷൻ എന്താണെന്നൊക്കെ നമുക്കറിയുന്ന കാര്യമാണ്. എന്നാൽ പോലും കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്താണ് ഫ്ലഡ് എന്നുള്ളതിനെ വെച്ചിട്ട്. ദെൻ അതിൻ്റെ കുറച്ച് റീസൺസും അല്ലെങ്കിൽ എങ്ങനെയാണത് എഫക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ റീസൺ എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. കോസസ്, കാരണങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ കാരണമാണ് ഈ ഫ്ലഡ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് സംഭവിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാവുന്ന കാര്യമാണ്, നമ്മൾ 3-4 വർഷമായിട്ട് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാരണങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ പുറകിലുള്ള കോസസ് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. ദെൻ അത് കഴിഞ്ഞിട്ട് എഫക്ട്സ് ഓഫ് ഫ്ലഡിങ് ആയിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. എഫക്ട്സ് ഓഫ് ഫ്ലഡിങ്ങിനെ നമ്മൾ മെയിനായിട്ട് 3ആയിട്ടാണ് ഡിവൈഡ് ചെയ്തത്: എക്കണോമിക്കും, എൻവയോൺമെൻറ്റലും, പീപ്പിൾ ആൻഡ് ആനിമൽസും. അപ്പോൾ എക്കണോമിക്കലി എങ്ങനെ ഫ്ലഡ് നമ്മളെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളത്, അതായത് സാമ്പത്തികമായിട്ട് ഒരു ഫ്ലഡ് സംഭവിച്ചു കഴിഞ്ഞാൽ, ഒരു വെള്ളപ്പൊക്കം നടന്നു കഴിഞ്ഞാൽ അതെങ്ങനെ നമ്മളെ സാമ്പത്തികമായിട്ട് ബാധിക്കുന്നു എന്നുള്ളത് നോക്കി. എൻവയോൺമെൻറ്റൽ എഫക്ട്സിൽ അത് എങ്ങനെ നേച്ചറിനെ ബാധിക്കുന്നു, അല്ലെങ്കിൽ പ്രകൃതിനെ അതെങ്ങനെ, അല്ലെങ്കിൽ നമ്മുടെ പരിസ്ഥിതിനെ അതെങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് നോക്കിയിട്ടുണ്ടായിരുന്നു. ദെൻ പീപ്പിൾ ആൻഡ് ആനിമൽസ്, അപ്പോൾ മനുഷ്യരെ അല്ലെങ്കിൽ മൃഗങ്ങളെ ഈ ഒരു ഫ്ലഡ് എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് നോക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നോക്കിയൊരു ടോപ്പിക്കാണ് ഫ്ലഡ് പ്രിപ്പയർഡ്നെസ് എന്ന് പറയുന്നത്. ഫ്ലഡ് പ്രിപ്പയർഡ്നെസ് വെച്ചാൽ എന്താ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. അതായത് ഒരു ഫ്ലഡ് വരുന്നതിന് മുമ്പ് നമ്മൾ അതിനെ എങ്ങനെ പ്രിപ്പയർ ആവാം, അത് ഫേസ് ചെയ്യാൻ വേണ്ടി എങ്ങനെ പ്രിപ്പയർ ആവാം എന്നുള്ളതാണ്. അപ്പോൾ അതിന് മെയിനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു DMTS എന്ന് പറഞ്ഞ ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ടീംസ് ക്രിയേറ്റ് ചെയ്തിട്ട് അവർ ഇതിലൊരു കൺട്രോളിങ് അതോറിറ്റി ആയിട്ട് നോക്കുക. അതായത് ഇതിന് എന്തൊക്കെ പ്രിപ്പറേഷൻസ് വേണം, എന്തൊക്കെ മുൻകരുതലുകൾ വേണം, അല്ലെങ്കിൽ എന്തൊക്കെ സ്റ്റെപ്സ് നമ്മൾ എടുക്കണം എന്നുള്ളതൊക്കെ നോക്കിയിട്ട് ഒരു കറക്റ്റായിട്ടുള്ളൊരു പ്രോപ്പർ വേയിൽ മുന്നോട്ട് പോകാറുണ്ട്. അത് കഴിഞ്ഞിട്ട് പ്രീ ഫ്ലഡ് അറേഞ്ച്മെൻറ്റ്സ് എന്തൊക്കെയാണ് നോക്കി. അതിൽ കുറച്ച് പോയിൻറ്റ്സ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ ഒരു ഫ്ലഡ്, ഇപ്പോൾ ഒരു വർഷം, ഈ വർഷം ഏതെങ്കിലും ഒരു മാസത്തിൽ ഫ്ലഡ് വന്നു, അല്ലെങ്കിൽ മഴ പെയ്തിട്ട് വെള്ളം കൂടി ഫ്ലഡായി വെള്ളപ്പൊക്കം സംഭവിച്ചു എന്നുണ്ടെങ്കിൽ അടുത്ത വർഷം ആ ഒരു സീസൺ ആകുമ്പോൾ നമ്മളത് എക്സ്പെക്റ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യുമ്പോൾ അതിലുള്ള തയ്യാറെടുപ്പുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ പ്രീ ഫ്ലഡ് അറേഞ്ച്മെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കിയിട്ടുണ്ടായിരുന്നു. അടുത്തൊരു അറേഞ്ച്മെൻറ്റായിട്ട് അറേഞ്ച്മെൻറ്റ്സ് ഡ്യൂറിങ് ഫ്ലഡ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. റിലീഫ് പാർട്ടീസ് ഫോം, റിലീസ് ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷൻ മേ ബി സെൻഡ് ഔട്ട്. അപ്പോൾ റെസ്ക്യൂ ഓപ്പറേഷനുള്ള അവർക്കുള്ള എല്ലാ സപ്പോർട്ടും എല്ലാ ആവശ്യങ്ങളും ചെയ്തു കൊടുക്കണം എന്നുള്ളതാണ്. എമർജൻറ്റ് റിലീഫ് ആൻഡ് ഷെൽട്ടർ ടു ദ പീപ്പിൾ ഇൻ ഡിസ്ട്രെസ് മേ ബി പ്രൊവൈഡ്. അപ്പോൾ ഒരു ഫ്ലഡ് സംഭവിച്ചു അല്ലെങ്കിൽ വെള്ളപ്പൊക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടേക്ക് കുറച്ച് ചെയ്തു കൊടുക്കേണ്ട എമർജൻസി കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ എമർജൻ്റായിട്ട് ചെയ്യേണ്ട ഷെൽട്ടർ ആയാലും റിലീഫ് ആയാലും ഇപ്പോൾ ഫുഡായാലും എന്തായാലും അത് പ്രൊവൈഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഡെയിലി റിപ്പോർട്ടിംഗ് ടു ദ ഫ്ലഡ് സിറ്റുവേഷൻ, ഡെയിലി അതിൻ്റെ റിപ്പോർട്ട് എടുക്കണം എന്നുള്ള, ഓരോ ദിവസവും ഓരോ പ്രദേശത്തും എന്തൊക്കെയാണ് ബാധിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ കണ്ടീഷൻ എന്നുള്ള റിപ്പോർട്ട് എടുക്കണം. ടു മെയിൻറ്റെയിൻ ലോ ആൻഡ് ഓർഡർ ടു പ്രിവെൻറ്റ് ലൂട്ടിംഗ് ആൻഡ് ക്രൈം, ദിസ് കുഡ് ആഡ് ടു മിസറീസ് ഓഫ് ദ വിക്ടിം ആൻഡ് കോസ് ഫർദർ ഡാമേജ്. അപ്പോൾ പിന്നെ ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. കാരണം അങ്ങനെ ഒരു കണ്ടീഷനിൽ നിൽക്കുമ്പോൾ അവരെ വീണ്ടും വേറൊരു വിഭാഗം ആളുകൾ കൊള്ളയടിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കരുത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ലോയും ഓർഡറും മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക, നിയമങ്ങളൊക്കെ നല്ല മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. കാരണം ഒരു വെള്ളപ്പൊക്കമാണെന്ന് വെച്ചിട്ട് ഒന്നും പുറകിലേക്ക് പോകരുത് എന്നാണ് പറയുന്നത്. ടു ഓർഗനൈസ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ഫുഡ്, ഒരു വെള്ളപ്പൊക്കം കണ്ടീഷനിൽ മെയിനായിട്ട് വരുന്ന ഒരു പ്രശ്നമാണ് ഫുഡിൻ്റെ. നമുക്ക് ചിലപ്പോൾ എത്താൻ കഴിയില്ല, ആ ഒരു പ്രദേശത്തേക്ക് എത്താൻ കഴിയാത്തൊരു അവസ്ഥയാവും. പക്ഷെ എന്നാൽ പോലും മാക്സിമം ട്രൈ ചെയ്യണം, അവർക്ക് ആവശ്യമായിട്ടുള്ള ഫുഡും ഷെൽട്ടറും എല്ലാം കൊടുക്കാനുള്ളൊരു കണ്ടീഷൻ വരണമെന്നാണ് പറയുന്നത്. ഇത്രയാണ് നമുക്ക് ഫ്ലഡിൽ നോക്കാനുള്ളത്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഒരു ടോപ്പിക്കായിട്ട് വരുന്നതാണ് ഡ്രോട്ട് എന്ന് പറയുന്നത്. നമുക്കറിയാം ഫ്ലഡ് എന്ന് പറയുമ്പോൾ വെള്ളപ്പൊക്കമാണ്, ഡ്രോട്ട് എന്ന് പറയുമ്പോൾ വരൾച്ചയാണ്. അതിൻ്റെ ഒരു കുഞ്ഞ് ഡെഫിനേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. എ ഡ്രോട്ട് ഈസ് എ പീരിയഡ് ഓഫ് ബിലോ ആവറേജ് പെർസിപ്പിറ്റേഷൻ ഇൻ എ ഗിവൺ റീജിയൻ resulting in prolonged shortage in its water supply, whether atmospheric, surface or ground water. ഡെഫിനേഷൻ പറ്റുന്നവർ പഠിച്ചു വയ്ക്കുക, അല്ലാത്തവർ ജസ്റ്റ് ഡ്രോട്ട് എന്താണ്, വരൾച്ച, വെള്ളത്തിൻ്റെ ലാക്ക് ഓഫ് വാട്ടർ എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷനാണ് നമ്മൾ വരൾച്ച എന്ന് പറയുന്നത്. അത് ഈ ഡെഫിനേഷൻ വെച്ച് പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ പീരിയഡ്, ഒരു കാലയളവാണ്, ബിലോ ആവറേജ് ആണ്, അതായത് വെള്ളം ഒട്ടും തന്നെ ഇല്ലാത്തൊരു കണ്ടീഷനാണ് വരുന്നത്. അത് ഏത് വാട്ടറും ആവാം, അറ്റ്മോസ്ഫിയറിക് വാട്ടർ ആവാം, സർഫസ് വാട്ടർ ആവാം, ഗ്രൗണ്ട് വാട്ടർ ആവാം. ഏത് വാട്ടറിൽ
കുളവ് വരെ. അപ്പോൾ ഫസ്റ്റ് വെള്ളത്തിലൊരു ഈ ഒരു വളർച്ച എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ് അറ്റ്മോസ്ഫിയറിൽ കുറച്ച് ചൂട് വരിക, പിന്നെ നമ്മുടെ സർഫസ് വാട്ടർ പറ്റിക്കുറവ്, അത് കഴിഞ്ഞാൽ പിന്നെ ഗ്രൗണ്ട് വാട്ടറും ഇല്ലാതാവുക എന്നുള്ളത്. അപ്പോൾ അതാണ് ഡ്രോട്ടിൻ്റെ ഒരു ഡെഫിനേഷനായിട്ട് നമുക്ക് പറയാനുള്ളത്. എ ഡ്രോട്ട് ഈസ് എ പീരിയഡ് ഓഫ് ബിലോ ആവറേജ് precipitation ഇൻ എ ഗിവൺ റീജിയൻ റിസൾട്ടിങ് ഇൻ പ്രൊളോങ്ഡ് ഷോർട്ടേജസ് ഇൻ ഇറ്റ്സ് വാട്ടർ സപ്ലൈ. അപ്പോൾ അതെന്ന് പറയുന്നത് ആ ഒരു സ്പെഷ്യലായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗിവൺ റീജിയൻ ആണ്. എല്ലായിടത്തും ചിലപ്പോൾ വരൾച്ച ഉണ്ടായിക്കൊള്ളുന്നില്ല. എവിടെയാണോ വെള്ളത്തിൻ്റെ ഷോർട്ടേജ് അത്രയും ഹൈ ലെവലുള്ളത് അവിടെയാണ് നമ്മൾ ഈ ഡ്രോട്ട് എന്ന് പറയുന്ന കണ്ടീഷൻ പറയുന്നത്. A drought can last for months or years or may be declared after as few as 15 days. അപ്പോൾ ഒരു ഡ്രോട്ട് എന്ന് പറയുന്നത് ജസ്റ്റ് 15 ഡേയ്സ് നിലനിന്ന് പോകുന്ന ഒരു വരൾച്ച അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷനോ അല്ലെങ്കിൽ മാസങ്ങളോളം അതും അല്ലെങ്കിൽ വർഷങ്ങളോളം ഡ്രോട്ടായിട്ട് വരൾച്ച എന്ന് പറയുന്ന ഒരു കണ്ടീഷനിൽ നിൽക്കുന്ന റീജിയൻസും ഉണ്ട്. It can have a substantial impact on the ecosystem and agriculture of the affected region and harm to the local economy. അപ്പോൾ എന്തിനൊക്കെ ഒരു ഡ്രോട്ട് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ സംഭവിച്ചാൽ അത് എന്തിനൊക്കെ ബാധിക്കും എന്നുള്ളതാണ്. ഒന്നാമത് അത് എക്കോസിസ്റ്റത്തിനെ ബാധിക്കും. നമുക്കറിയാം എക്കോസിസ്റ്റം എന്ന് പറയുന്നത് ഫുഡ് ചെയിന്, അങ്ങനെ ഫുഡ് വെബ് അതൊക്കെ കണക്ട് ചെയ്താൽ. അപ്പോൾ ഫുഡ് ചെയിനിലൊക്കെ ഇപ്പോൾ ഏതെങ്കിലും ഇതിലൊരു പ്രശ്നം വന്നാൽ, ഏതെങ്കിലും ഒരു മൃഗത്തിന് അല്ലെങ്കിൽ ഏതെങ്കിലും അതിലൊരു എലമെൻറ്റിന് ഒരു പ്രശ്നം വന്നാൽ അത് ബാക്കിയുള്ള ആ ഫുഡ് ചെയിനിലെ മൊത്തം എലമെൻറ്റ്സിനെ അത് ബാധിക്കും, അല്ലെങ്കിൽ മൊത്തം ആനിമൽസിനെയായാലും ബേർഡ്സിനെയായാലും അത് ബാധിക്കും. അപ്പോൾ എക്കോസിസ്റ്റത്തിനെ ബാധിക്കുന്ന ഒന്നാണ് ഡ്രോട്ട് എന്ന് പറയുന്നത്. അഗ്രികൾച്ചർ, ഇപ്പോൾ നമുക്കറിയാം വെള്ളപ്പൊക്കം എത്രത്തോളം നമുക്ക് ഡേഞ്ചറസ് ആണോ അത്രത്തോളം ഡേഞ്ചറസ് ആണ് വരൾച്ച എന്ന് പറയുന്നത്. വെള്ളം അമിതമായാലും തീരെ കുറഞ്ഞാലും നമുക്ക് പ്രശ്നമാണ്. ഒക്കെ ഒരു പാകത്തിന് കിട്ടിക്കൊണ്ടിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അഗ്രികൾച്ചറിൽ നമുക്ക് പിന്നെ കൃഷി ചെയ്യാൻ പറ്റില്ല. കാരണം കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് വാട്ടറാണ്. വാട്ടർ ഇല്ലാത്തൊരു കണ്ടീഷനിൽ നമ്മുടെ അഗ്രികൾച്ചർ ഫീൽഡ് എന്ന് പറയുന്നത് ഒന്നുമല്ലാത്തൊരു കണ്ടീഷനാവും. ദെൻ ഇറ്റ് ക്യാൻ ബി അഫക്റ്റഡ് അവർ ലോക്കൽ എക്കണോമി. നമ്മുടെ സാമ്പത്തികാവസ്ഥേനെയും അത്ര ഹൈ ലെവലിൽ ഇത് ബാധിക്കുന്ന പറയുന്നത്. ആനുവൽ ഡ്രൈ സീസൺസ് ഇൻ ടോപ്പിക്സ് സിഗ്നിഫിക്കൻ്റ്ലി ഇൻക്രീസ് ദ ചാൻസസ് ഓഫ് ഡ്രോട്ട് ഡെവലപ്പിംഗ് സബ്സിക്വൻറ്റ് ബുഷ് ഫയേഴ്സ് ഉണ്ടാകാനുള്ള ചാൻസും കൂടുതലാണ്. ഇപ്പോൾ നമ്മൾ പറയാം ഒരു ആനുവൽ ഡ്രൈ സീസൺസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ജനുവരി ടു ഡിസംബറിൽ ഇന്ന മാസങ്ങളിൽ മഴ അല്ലെങ്കിൽ വേനൽക്കാലം അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ തണുപ്പ് കാലം അങ്ങനെ ഡിവൈഡ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് അത് അതിൻ്റെ ഹൈ ലെവലിൽ എത്തുമ്പോൾ അത് ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ഇതാണ് ഡ്രോട്ട് എന്താണെന്നുള്ളതിൻ്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ കോസസ് പറയാം. ഫസ്റ്റ് വൺ, ചേഞ്ചസ് ഇൻ ലാൻഡ് ആൻഡ് സീ സർഫസ് ടെമ്പറേച്ചർ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സീയിലായാലും ലാൻഡിലായാലും വരുന്ന ടെമ്പറേച്ചറിൽ വരുന്ന ചേഞ്ചസ് ആണ്. അപ്പോൾ ടെമ്പറേച്ചറിൽ ചേഞ്ചസ് വരണമെന്നുണ്ടെങ്കിൽ അതിൽ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഡീഫോറസ്റ്റേഷനാണ്. നമ്മൾ ഈ കാട് മരങ്ങളൊക്കെ വെട്ടി നശിപ്പിക്കുന്നതാണ് ടെമ്പറേച്ചർ. സർഫസ് ടെമ്പറേച്ചർ ആയാലും ലാൻഡ് ടെമ്പറേച്ചർ ആയാലും അത് ഇൻക്രീസ് ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഇതാണ്, ഡീഫോറസ്റ്റേഷനാണ്. Then unusual warming or cooling of sea surface temperatures can create a change in the air temperature. അപ്പോൾ അസാധാരണമായിട്ടുള്ള സർഫസ് ടെമ്പറേച്ചറിൽ കടലിൻ്റെ ആ ഒരു ടെമ്പറേച്ചറിൽ ഉണ്ടാകുന്ന വാർമിംഗ് ആയാലും കൂളിംഗ് ആയാലും അതും ടെമ്പറേച്ചറിൽ ചേഞ്ച് വരുത്താം. മൊത്തമുള്ള ടെമ്പറേച്ചറിൽ ചേഞ്ച് വരുത്താമെന്നാണ് പറയുന്നത്. If weather patterns shift enough to create an area with little rainfall over a period of time, there is not enough moisture in the soil. പറയുന്നത് ഈ വെതർ പാറ്റേൺ ഷിഫ്റ്റ് ഇനഫ് ടു ക്രിയേറ്റ് ആൻ ഏരിയ വിത്ത് അതായത് ആ ഒരു വെതറിൻ്റെ കാലാവസ്ഥയുടെ പ്രത്യേകത കാരണം ചില ഏരിയകളിൽ ഒട്ടും മഴ ലഭിക്കാത്തത്, അങ്ങനെ ഒരു കണ്ടീഷൻ വരികയാണെങ്കിൽ ആ ഒരു കണ്ടീഷനിൽ നമുക്ക് ഡ്രോട്ട് ആവാം. പിന്നെ ദർ ഈസ് നോട്ട് ഇനഫ് മോയ്സ്ചർ ഇൻ ദ സോയിലിൽ അത്യാവശ്യത്തിന് ആ ഒരു പീരിയഡിൽ പിന്നെ മഴ ലഭിക്കുന്നില്ല എന്ന് പറയുന്ന കണ്ടീഷൻ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും മണ്ണിലെ മോയ്സ്ചർ അല്ലെങ്കിൽ നനവ് നഷ്ടപ്പെടും. അത് ഡ്രോട്ടിലേക്ക് കാരണമാവാം. Moisture continues to be removed from soil on a daily basis and no rain clouds are able to form to replace the moisture. അപ്പോൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ഹ്യൂമൻ ബീങ്സിൻ്റെ എന്തെങ്കിലും ഒരു കെമിക്കൽ ആക്ടിവിറ്റി അങ്ങനെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി കാരണം സോയിലിൽ അല്ലെങ്കിൽ സോയിലിലുള്ള മോയ്സ്ചർ നഷ്ടപ്പെടുകയാണ്. നമ്മളിപ്പോൾ എന്തെങ്കിലും നമ്മുടെ ആവശ്യത്തിന് അഗ്രികൾച്ചറിലായാലും എന്തെങ്കിലും ഒരു ഫാക്ടറീസ് അങ്ങനത്തെ എന്തെങ്കിലും വ്യാവസായികമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ കാരണം സോയിലിലെ മോയ്സ്ചർ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിലും അതിനോടൊപ്പം ഈ നോ റെയിൻ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ, മഴയില്ലാത്തൊരവസ്ഥ വരികയാണെങ്കിൽ പോലും ആ ഒരു റെയിൻ ക്ലൗഡ്സ് പിന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ആ റെയിൻ ക്ലൗഡ്സ് ഇല്ലാത്ത കണ്ടീഷനിൽ മഴ പെയ്യില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയയിൽ പിന്നെ
ഡ്രോട്ട് എന്ന് പറയുന്ന കണ്ടീഷനിൽ വരാൻ കേട്ടോ. നോക്കട്ടെ. അപ്പോൾ ഇത്രയാണ് ഒരു കോസസ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്, ഡ്രോട്ടിൻ്റെ കോസസ്. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ റീസൺ എന്താ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ കോസസ് എന്തൊക്കെയാണ്, കാരണങ്ങൾ അല്ലെങ്കിൽ അത് വരാനുള്ള റീസൺസ് എന്തൊക്കെയാണ്. പിന്നെ അതിലിപ്പോൾ എഫക്ട്സ് എന്ന് പറയുന്ന ഒരു പോയിൻറ്റും കൂടെ വരാനുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് മൈൻഡിൽ വെച്ച് പോയാൽ മതി. ഒരു ഡ്രോട്ട് എന്ന് പറയുമ്പോൾ ഇതേപോലെ ഫ്ലഡിനെ പറഞ്ഞ പോലെ തന്നെ നമുക്കറിയാം നമ്മുടെ എക്കണോമിക്കലി അത് ബാധിക്കും. കാരണം അഗ്രികൾച്ചറൽ ഫീൽഡ് നമുക്ക് ആ ഒരു അഗ്രികൾച്ചറൽ ഫീൽഡിന് നിലനിൽപ്പില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഫുഡ് സിസ്റ്റത്തെ ബാധിക്കും, നമ്മുടെ നിലനിൽപ്പിനെ ബാധിക്കും, പിന്നെ എക്കണോമീനെ ബാധിക്കും, നേച്ചറിനെ ബാധിക്കും, എൻവയോൺമെൻറ്റിനെ എല്ലാത്തിനെയും ബാധിക്കും. അപ്പോൾ ഈ ഒരു ഡെഫിനിഷനും കോസസും അതിൻ്റെ കൂടെ തന്നെ എഫക്ട്സ് ഓഫ് ഡ്രോട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ എഫക്ട്സ് എന്തൊക്കെയാണ്, അതിൻ്റെ പരിണാമം അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷൻ ആയിക്കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വരും എന്നുള്ളതും കൂടെ നിങ്ങളൊന്നും ജസ്റ്റ് നോക്കി വെച്ചാൽ മതി. അടുത്തൊരു ഹസാർഡായിട്ട് വരുന്നതാണ് ലാൻഡ് സ്ലൈഡ്സ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മണ്ണിടിച്ചിൽ എന്ന് പറയുന്നത്. It can be defined as a downward and outward movement of soft-forming materials composed of rocks, soil, artificial fills, or combination of all these materials along surfaces of separation by falling, sliding, and flowing, or combination of all these. അപ്പം ഒരു ഏരിയ ഇടിഞ്ഞു പോകുന്നതിനെ നമ്മൾ മണ്ണിടിച്ചിൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഏരിയയിൽ അത് ഡൗൺവേർഡ് താഴത്തോട്ടാവാം, ഔട്ട്വേർഡ് ഉള്ളിലേക്ക് ഇടിഞ്ഞു പോകുന്നതിന് നമ്മൾ മണ്ണിടിച്ചിൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു സ്ലോപ്പ്, ഇപ്പോൾ ഒരു വല്ല ചെരിവോ അങ്ങനത്തെ ഏരിയാസും ആവാം. അത് ആ ഒരു ഏരിയ എന്ന് പറയുന്നത് റോക്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ സോയിൽ റോക്സ് പാറകളാവാം, മണ്ണാവാം, പിന്നെ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഫിൽസ് നമ്മൾ വേറെ എന്തെങ്കിലും ആവശ്യം ഉപയോഗിക്കുന്ന എന്തെങ്കിലും ഫില്ല് ചെയ്യാൻ യൂസ് ചെയ്യുന്ന എന്തെങ്കിലും വേറെ മെറ്റീരിയൽസ് ആവാം, അല്ലെങ്കിൽ കോമ്പിനേഷൻ ഓഫ് ഓൾ ദീസ് ആവാം. ഇതെല്ലാം കമ്പൈൻ ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു ഏരിയ ആയിരിക്കാം. അവിടെയാണ് ലാൻഡ് സ്ലൈഡ്സ് നടക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു പ്രോസസ്സാണ് പറയുന്നത്. അലോങ് സർഫസസ് ഓഫ് സെപ്പറേഷൻ ബൈ ഫാളിങ്. എങ്ങനെയാണ് സംഭവിക്കുന്നത്? ബൈ ഫാളിങ്, കുത്തനെ ഇടിഞ്ഞു വീണിട്ടാണെങ്കിലും, അല്ലെങ്കിൽ സ്ലൈഡിങ് പതുക്കെ ഇടിഞ്ഞു വീണിട്ടാണെങ്കിലും, അല്ലെങ്കിൽ ഫ്ലോയിങ് വെള്ളത്തിൻ്റെ ഒരു ഇത് കാരണം ഒലിച്ചു പോകുന്ന അങ്ങനെ ഒരു ഇടിച്ചിലാണെങ്കിലും, ഓർ കോമ്പിനേഷൻ ഓഫ് ഓൾ ദീസ്, ഇതെല്ലാം കൂടിയാണെങ്കിലും ഇതിനെല്ലാം കൂടെ പറയുന്നതാണ് ലാൻഡ് സ്ലൈഡ്സ് അല്ലെങ്കിൽ നമ്മൾ മണ്ണിടിച്ചിൽ എന്ന് പറയുന്നത്. അപ്പോൾ ലാൻഡ് സ്ലൈഡ്സിൻ്റെ ഒരു ഡെഫിനിഷനാണ്. അപ്പോൾ അത് എന്തൊക്കെയാണ് അതിൽ വരുന്ന എലമെൻറ്റ്സ്? ഒന്നെങ്കിൽ റോക്സ് ആവാം, അല്ലെങ്കിൽ സോയിൽ ആവാം, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഫിൽസ് ആവാം, അല്ലെങ്കിൽ ഇതെല്ലാം കൂടി ആവാം. അതേപോലെ തന്നെ എന്താണ് അവിടെ നടക്കുന്ന ആക്ഷൻ എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ഫാളിങ് ആകും, എല്ലാം കൂടെ വീണ് പോകുന്നതായിരിക്കാം. ഒരു സ്ലോപ്പ് ആകുമ്പോൾ ഹൈറ്റിൽ നിന്ന് അങ്ങനെ കുത്തിടിഞ്ഞ് വീണ് പോകുന്നത്, അല്ലെങ്കിൽ സ്ലൈഡിങ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫ്ലോയിങ് ഒഴുകി പോകുന്ന ഒരു കണ്ടീഷനായിരിക്കാം. എ ലാൻഡ് സ്ലൈഡ് ഈസ് ഓൾസോ നോൺ ആസ് ലാൻഡ് സ്ലിപ്പ്. അതിന് ഓൾറെഡി വേറൊരു നെയിമാണ് ലാൻഡ് സ്ലിപ്പ് എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ഒക്കർ ഇൻ അണ്ടർ വാട്ടർ കോൾഡ് സബ്മറൈൻ ലാൻഡ് സ്ലൈഡ്സ്. അത് അണ്ടർ വാട്ടർ, വെള്ളത്തിൻ്റെ അടിയിലാണെന്നുണ്ടെങ്കിൽ ലാൻഡ് സ്ലൈഡ് സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് സബ്മറൈൻ ലാൻഡ് സ്ലൈഡ്സ്. കോസ്റ്റൽ ആൻഡ് ഓൺഷോർ എൻവയോൺമെൻറ്റ്സ്, അത് എവിടെയൊക്കെ സംഭവിക്കാം, എവിടെയാണെങ്കിലും ഓൺഷോറിലോ തീരങ്ങളിലോ എവിടെ വേണമെങ്കിലും ഈ ഒരു ലാൻഡ് സ്ലൈഡ് എന്ന് പറയുന്ന ആ ഒരു എഫക്ട്സ് ഉണ്ടാവാം. Although the action of gravity is the primary driving force for a landslide to occur, there are other contributing factors affecting the original slope stability. അപ്പോൾ ഫസ്റ്റായിട്ട് നമ്മളൊരു ലാൻഡ് സ്ലൈഡിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഗ്രാവിറ്റിയാണ്. കാരണം ആ ഒരു ഏരിയയിൽ ഗ്രാവിറ്റി ഫോഴ്സ് കൂടുതലാണെന്നുണ്ടെങ്കിൽ അവിടെ ലാൻഡ് സ്ലൈഡ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അതേപോലെ പറയുന്ന ഒന്നാണ് സ്ലോപ്പ് സ്റ്റെബിലിറ്റി. ആ ഒരു മണ്ണിന് സ്റ്റേബിൾ അല്ല, അതിൻ്റെ നിലനിൽപ്പ് ആ മണ്ണിൽ അല്ലെങ്കിൽ മരങ്ങളില്ലാത്തൊരു കണ്ടീഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ ലാൻഡ് സ്ലൈഡ് സംഭവിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഞാൻ ഇതിൻ്റെ കോസസ് കൊടുത്തിട്ടുണ്ട്. ഗ്രൗണ്ട് വാട്ടർ പ്രഷർ ആക്ടിങ് ടു ഡീസ്റ്റെബിലൈസ് ദ സ്ലോപ്പ്. അപ്പോൾ ഈ ഒരു സ്ലോപ്പ് സ്റ്റേബിൾ അല്ലാതെ വരുന്ന കണ്ടീഷനാണ് നമുക്ക് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ കാരണമാണ് ഗ്രൗണ്ട് വാട്ടർ പ്രഷർ, അടിയിൽ നിന്നുള്ള വെള്ളത്തിൻ്റെ ഗ്രൗണ്ട് വാട്ടറിൻ്റെ പ്രഷർ എന്ന് പറയുന്ന ഫോഴ്സ് കാരണം. ദെൻ ലോസ് ആൻഡ് ആബ്സെൻസ് ഓഫ് വെർട്ടിക്കൽ വെജിറ്റേറ്റീവ് സ്ട്രക്ചർ, സോയിൽ ന്യൂട്രിയൻസ് ആൻഡ് സോയിൽ സ്ട്രക്ചർ. അപ്പോൾ ഈ പറയുന്ന സംഭവങ്ങളുടെയൊക്കെ ആബ്സെൻസ്, വെജിറ്റേറ്റീവ് സ്ട്രക്ചർ ആയാലും സോയിലിൽ ഉണ്ടാകുന്ന ന്യൂട്രിയൻസ് ആയാലും സോയിലിൻ്റെ സ്ട്രക്ചർ ആയാലും ഇതിലൊക്കെ വരുന്ന ചേഞ്ചസ് ഇതിന് കാരണമാവും, ലാൻഡ് സ്ലൈഡിന് കാരണമാവുമെന്ന് പറയുന്നത്. ഒരു എക്സാമ്പിളായിട്ട് ഒരു വൈൽഡ് ഫയറിന് ശേഷം ചിലപ്പോൾ 3-4
ദിവസം അത് നീണ്ടുന്നാൽ ആ മണ്ണിനെ നന്നായി ബാധിക്കും. പിന്നെ അവിടെ ലാൻഡ് സ്ലൈഡിനുള്ള ചാൻസ് കൂടുതലാണ്. മണ്ണിൻ്റെ ആ ഒരു ഗ്രിപ്പ് നഷ്ടപ്പെടുന്ന ഒരു കണ്ടീഷനാവും. എറോഷൻ ഓഫ് ദ ഓഫ് സ്ലോപ്പ് ബൈ റിവേഴ്സ് ഓർ ഓഷ്യൻ വേവ്സ്. അപ്പോൾ ആ ഈ ഒരു വേവ്സ് കാരണം അതിന് സംഭവിക്കുന്ന ഒരു അതിൻ്റെ ആ ഗ്രിപ്പിന് സംഭവിക്കുന്ന പ്രശ്നങ്ങൾ, ഗ്രിപ്പ് ലാക്കാവുക, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റെബിലിറ്റിക്ക് വരുന്ന പ്രശ്നമാണ്. വീക്കനിങ് ഓഫ് ദ സ്ലോപ്പ് ത്രൂ സാച്ചുറേഷൻ ഓഫ് സ്നോ മെൽറ്റ്, ഗ്ലേസിയേഴ്സ് മെൽറ്റിംഗ് ഓർ ഹെവി റെയിൻസ്. നല്ല മഴ കാരണമോ അല്ലെങ്കിൽ മഞ്ഞ് ഉരുകുന്നത് കാരണമൊക്കെ ആ ഒരു സ്ലോപ്പിൻ്റെ സാച്ചുറേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കറക്റ്റ് മിക്സ് നഷ്ടപ്പെടുന്നത്, ആ ഒരു കറക്റ്റ് പോയിൻ്റ് ഉണ്ടാവും മണ്ണിൻ്റെ ആയാലും, അല്ലെങ്കിൽ കറക്റ്റ് ആ ഒരു കോമ്പിനേഷൻ ആവും മണ്ണ് ഇത്രയും ന്യൂട്രിയൻസ് ഇത്രയും മോയ്സ്ചർ ആ ഒരു സാച്ചുറേഷൻ നഷ്ടപ്പെടുന്നത്. എർത്ത് കേക്സ് ആഡിങ് ലോഡ്സ് ടു ബെയർലി സ്റ്റേബിൾ സ്ലോപ്പ്. അപ്പോൾ എർത്ത് കേക്സ് സംഭവിച്ചിട്ട് ഇടിഞ്ഞ് വീഴുന്നതൊക്കെ ഈ ഒരു സ്റ്റേബിൾ അല്ലാത്ത സ്ലോപ്പിൽ വന്ന് വീഴുമ്പോൾ അല്ലെങ്കിൽ ഏരിയയിൽ വന്ന് വീഴുമ്പോൾ പിന്നെ അവിടെ എന്തെങ്കിലും ഒരു ചെറിയൊരു ആക്ഷൻ ഉണ്ടായാൽ മതി, അതൊരു മണ്ണിടിച്ചിലിന് കാരണമാവും. എർത്ത് കേക്ക് കോസ്ഡ് ലിക്വിഫാക്ഷൻ ഡീസ്റ്റെബിലൈസിങ് സ്ലോപ്പ്. അപ്പോൾ ഈ ഒരു ലിക്വിഫാക്ഷൻ അല്ലെങ്കിൽ ആ വെള്ളത്തിൻ്റെ അളവ് കൂടുമ്പോൾ അവിടെ ഈ സ്ലോപ്പിൻ്റെ ഡീസ്റ്റേബിൾ ആവുകയാണ്, അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടുകയാണ്. വോൾക്കാനിക് എറപ്ഷൻസ് അല്ലെങ്കിൽ അഗ്നിപർവ്വത സ്ഫോടനം എന്ന് പറയുന്നതും ഇതേപോലെ ഇതിനൊരു കാരണമാണ്, ലാൻഡ് സ്ലൈഡ്സിന് ഒരു കാരണമാണ്. ലാൻഡ് സ്ലൈഡ്സ് ആർ അഗ്രേറ്റഡ് ബൈ ഹ്യൂമൻ ആക്ടിവിറ്റീസ്. ഇനി പറയുന്നത് ഹ്യൂമൻ ആക്ടിവിറ്റീസ് കാരണം എന്തൊക്കെയാണ്? ഡീഫോറസ്റ്റേഷൻ നമുക്കറിയുന്ന ഒന്നാണ്, കൾട്ടിവേഷൻ ആൻഡ് കൺസ്ട്രക്ഷൻ. നമ്മൾ കൾട്ടിവേഷൻ അഗ്രികൾച്ചർ എന്നുള്ള ഫോമിൽ ഓക്കെയാണ്, പക്ഷെ അതിൽ കൂടുതലായിട്ടുള്ള നമ്മുടെ മറ്റ് പല കൾട്ടിവേഷൻസും അല്ലെങ്കിൽ കൃഷി രീതികളും ഇതിന് ഒരു ലാൻഡ് സ്ലൈഡിന് കാരണമാവാം. ദെൻ കൺസ്ട്രക്ഷൻ, നമ്മൾ നടത്തി വരുന്ന കെട്ടിട നിർമ്മാണങ്ങളും ബാക്കി എല്ലാ കൺസ്ട്രക്ഷൻസും വിച്ച് ഡീസ്റ്റെബിലൈസ് ഓൾറെഡി ഫ്രെജൈൽ സ്ലോപ്സ്. അത് ആ ഒരു ഏരിയയിൽ ഓൾറെഡി അതിനൊരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത കണ്ടീഷനാവും. ഇങ്ങനെ ഈ പറയുന്ന ഒരു ഡീഫോറസ്റ്റേഷനോ അല്ലെങ്കിൽ കൾട്ടിവേഷനും കൺസ്ട്രക്ഷനും ഒക്കെ അവിടെ നടക്കുമ്പോൾ അത് ആ സോയിലിൻ്റെ സ്റ്റെബിലിറ്റീനെ വീണ്ടും എഫക്റ്റ് ചെയ്യാണ്. ദെൻ വൈബ്രേഷൻ ഫ്രം മെഷീനറി ഓർ ട്രാഫിക്. അവരിപ്പോൾ ഒരു വലിയ ഈ പാറകളൊക്കെ ഉണ്ടാകുമ്പോൾ അവിടുന്ന് ആ പാറ പൊട്ടിക്കുന്ന ആ ഒരു വൈബ്രേഷനൊക്കെ നമുക്കറിയാം. അപ്പോൾ അടുത്ത വീടൊക്കെ എന്നുണ്ടെങ്കിൽ നമുക്ക് ആ വൈബ്രേഷൻ ശരിക്കും അറിയാം. അപ്പോൾ ആ ഒരു മെഷീനറിയിൽ നിന്നും ട്രാഫിക്കിൽ നിന്നൊക്കെ അവന് വൈബ്രേഷൻ കാരണം മണ്ണിൽ സംഭവിക്കുന്നു. ദെൻ ബ്ലാസ്റ്റിങ്, പൊട്ടിത്തെറികൾ കാരണം. എർത്ത് വർക്ക് വിച്ച് ആൾട്ടേഴ്സ് ദ ഷേപ്പ് ഓഫ് ദ സ്ലോപ്പ് ഓർ വിച്ച് ഇമ്പോസസ് ന്യൂ ലോഡ്സ് ഓൺ ദ എക്സിസ്റ്റിംഗ് സ്ലോപ്പ്. എർത്ത് വർക്ക്സ് നമ്മൾ മണ്ണിൽ ചെയ്യുന്ന ആ ഏരിയയിൽ നടക്കുന്ന പരിപാടികൾ കാരണം അതിൻ്റെ ഷേപ്പിൽ വരുന്ന ചേഞ്ച് മണ്ണിടിച്ചിലിന് കാരണം. അപ്പോൾ ഒരു ഏരിയ നിരന്ന് നിൽക്കുന്ന ഒരു ഏരിയ അല്ലെങ്കിൽ കുറച്ചൊരു സ്ലോപ്പ് ചെരിഞ്ഞ് നിൽക്കുന്ന ഏരിയനെ നമ്മൾ നേരം പോലെ ആക്കി ഇടിച്ച് അപ്പുറത്തൊക്കെ ശരിയാക്കി കൊണ്ടുവന്നാലും അത് അതിൻ്റെ ആ ഒരു സ്റ്റെബിലിറ്റി നഷ്ടപ്പെട്ടിട്ട് ലാൻഡ് സ്ലൈഡിന് കാരണമാവും. പിന്നെ അതിൽ ന്യൂ ലോഡ്സ് കൊടുത്താലും. ഇൻ ഷാലോ സോയിൽസ് റിമൂവൽ ഓഫ് ഡീപ്പ് റൂട്ടഡ് വെജിറ്റേഷൻ. ഇപ്പോൾ ഒന്നുമില്ലാത്ത ഒരു ഏരിയയിൽ നമ്മളതിൽ ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള നല്ല മണ്ണിൽ ഉറച്ച് നിൽക്കുന്ന ആ വെജിറ്റേഷൻ, ചെടികളോ പ്ലാന്റ്സൊക്കെ റിമൂവ് ചെയ്താൽ അത് ആ മണ്ണിൻ്റെ ഗ്രിപ്പ് ഇല്ലാതാക്കുകയാണ്. കൺസ്ട്രക്ഷൻ, അഗ്രികൾച്ചറൽ ഫോറസ്ട്രി ആക്ടിവിറ്റീസ് വിച്ച് ചേഞ്ച് ദ എമൗണ്ട് ഓഫ് വാട്ടർ ഇൻഫിൽട്രേറ്റിംഗ് സോയിൽ. അപ്പോൾ ഈ കൺസ്ട്രക്ഷൻ ആയാലും അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് ആയാലും വാട്ടറിൻ്റെ ആ ഒരു ഫിൽട്രേഷൻ അതിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുത്തും. അപ്പോൾ അതും ഇതിന് കാരണമാവും, അല്ലെങ്കിൽ നമ്മുടെ ലാൻഡ് സ്ലൈഡ്സ് എന്ന് പറയുന്ന സൈഡിന് കാരണമാവും എന്നാണ് പറയുന്നത്. ദെൻ ഇതിൻ്റെ എഫക്ട്സ് ആയിട്ട് നമുക്ക് പറയാം. ദ മോസ്റ്റ് കോമൺ എഫക്ട്സ് ഇൻക്ലൂഡ് സെറ്റിൽമെൻറ്റ് ബിൽഡ്സ് ഓൺ ദ സ്റ്റീപ്പ് സ്റ്റോപ്സ് built at the top and those built at the mouth of streams emerging from the mountain valley. അപ്പം മെയിനായിട്ട് അതിൻ്റെ എഫക്ട്സ് വരുന്നത് ഇപ്പോൾ അതിൻ്റെ ഈ എന്തിൻ്റെങ്കിലുമൊക്കെ സ്റ്റീപ്പിൽ സെറ്റിൽമെൻറ്റ്സ് നമ്മൾ ഹൗസൊക്കെ പണിയുമ്പോൾ അങ്ങനെ ഒരു ലാൻഡ് സ്ലൈഡ്സ് ഉണ്ടാക്കിയാൽ മൊത്തമായിട്ടുള്ളൊരു നഷ്ടം വരികയാണ്. നമ്മൾ വീടും എല്ലാം തകർന്നു പോവും. മൗത്ത് ഓഫ് സ്ട്രീംസ്, നദികളുടെ കരയിലാണെങ്കിലൊക്കെ ഉണ്ടാക്കുന്നതിനൊക്കെ നഷ്ടം വരും. All those buildings, roads, communication lines constructed without proper foundation and precautions for given soil and slopy areas are vulnerable. അപ്പോൾ നമ്മളൊരു ഏരിയയിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അവിടെ ഇങ്ങനത്തെ ഈ പറയുന്ന അതിപ്പോൾ ഒരു വീടായാലും ബാക്കി കെട്ടിടങ്ങളായാലും എന്തായാലും കൺസ്ട്രക്ഷൻ നടത്തുകയാണെന്നുണ്ടെങ്കിൽ അത് അധികകാലം നിലനിൽക്കില്ല എന്നുള്ളത്
നമുക്ക് ആലോചിക്കാം. കാരണം ആ മണ്ണിൽ ഒന്നെങ്കിൽ ആ ഏരിയയിൽ നമ്മൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അത് റീകൺസ്ട്രക്റ്റ് ചെയ്തിട്ടുണ്ടാകും. അപ്പം അതിൻ്റെ ആ ഒരു സ്വാഭാവികത അല്ലെങ്കിൽ അത് നിലനിൽപ്പ് ആ ഒരു മണ്ണിൻ്റെ ഓൾറെഡി അത് സ്റ്റേബിൾ അല്ലാത്തൊരു മണ്ണാണ്. അവിടെ നമ്മുടെ ഇൻട്രസ്റ്റിന് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്താൽ അത് ഈ പറയുന്ന നഷ്ടങ്ങൾക്ക് കാരണമാണെന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു ടോപ്പിക്കായിട്ട് ലൈറ്റനിങ് ആണ് വരുന്നത്. അപ്പോൾ ജസ്റ്റ് ഇത്രയും നോക്കുക. ഫ്ലഡ് ആ ഒരു പോയിൻറ്റ്സ് നോക്കണം. ദെൻ ഡ്രോട്ടും ലാസ്റ്റ് ലാൻഡ് സ്ലൈഡ്സും എന്താണെന്നുള്ളതും അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, എഫക്ട്സ് എന്താണ്, ഇതൊക്കെ നമ്മൾ കേട്ട് പരിചയമുള്ളത്. ഇപ്പോൾ വെള്ളപ്പൊക്കമായാലും വരൾച്ചയായാലും അല്ലെങ്കിൽ മണ്ണിടിച്ചിലായാലും നമുക്ക് കേട്ട് പരിചയമുള്ളതാണ്. അപ്പോൾ അത് എന്താണെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. ദെൻ അതിൻ്റെ എഫക്ട്സ് എന്താണ്, കോസസ് എന്തൊക്കെയാണെന്നുള്ളതും കൂടെ നോക്കിപ്പോയാൽ മതി.